കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിന് സിസ്റ്റൈൻ ചാപ്പലിൽ തുടക്കമായി. 71 രാജ്യങ്ങളിൽ നിന്നുള്ള 133 ഇലക്ടറൽ കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി അജി കുഞ്ഞുമോനുണ്ട്. അജി, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യ റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകാറായോ? എന്തൊക്കെയാണ് മറ്റ് നടപടിക്രമങ്ങൾ? ഹരി, കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പ ആര് എന്നറിയാനുള്ള ആകാംക്ഷയോടെയാണ് ലോകം കാത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പുറത്ത് ആളുകളെല്ലാം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. 133 ഇലക്ടറൽ കർദിനാൾമാരാണ് ഈ വോട്ടെടുപ്പിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. അതിൻ്റെ ആദ്യ റൗണ്ട് ഫലസൂചനകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ആദ്യ റൗണ്ടിൽ തന്നെ സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പേപ്പൽ കോൺക്ലേവിൻ്റെ ആദ്യ റൗണ്ടുകളിൽ അങ്ങനെ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം വിരളമാണ്. ചരിത്രവും സഭയുടെ 1000 വർഷത്തെ ചരിത്രം പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത്തവണത്തെ കോൺക്ലേവിന് ഒട്ടേറെ സവിശേഷതകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ 133 കർദിനാൾമാർ ഏകമനസ്സോടെ ഒരാളെ തന്നെ നിർദ്ദേശിക്കുകയാണ് എങ്കിൽ നമുക്കറിയാൻ കഴിയില്ല എങ്ങനെയാണ് ഈ കോൺക്ലേവ് പലപ്പോഴും രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ആരാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. ഇന്ത്യൻ സമയം വൈകുന്നേരം 8 മണിയോടെയാണ് കുർബാനയോടുകൂടെ തന്നെ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് 133 കർദിനാൾമാർ ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. ഇന്ത്യയിൽ നിന്ന് 4 കർദിനാൾമാരാണുള്ളത്. അതിൽ 2 പേര് മലയാളികളാണ്, മാർ ജോർജ് കൂവക്കാടും ഒപ്പം തന്നെ കർദിനാൾ ബസൂലിയസ് മാർ ക്ലീമിസും. ജോർജ് കൂവക്കാട് കർദിനാൾമാരിലെ ഡീക്കനാണ്. അദ്ദേഹത്തിൻ്റെ കർദിനാൾ പദവി കിട്ടിയിട്ട് 1 വർഷം ആയിട്ടില്ല. ഈ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കർദിനാൾമാരെ ഈ ഇലക്ട്രൽ വോട്ടുകൾക്ക് തയ്യാറെടുപ്പിക്കുക, ഒപ്പം തന്നെ ഈ വാതിൽ അടച്ച ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്നത് കർദിനാൾ ജോർജ് കൂവക്കാടിനാണ്. ആ സംഘത്തിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. ദൃശ്യങ്ങളിലും അദ്ദേഹത്തെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ കാണുന്നത് സിസ്റ്റൈൻ ചാപ്പലിന് പുറത്തുള്ള ചിമ്മിനിയാണ്. ഈ ചിമ്മിനിയിലൂടെയാണ് നമുക്ക് അറിയാൻ കഴിയുക കർദിനാൾമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ, മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ചിമ്മിനിയിലൂടെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 133 പേരുടെയും ബാലറ്റുകൾ കത്തിച്ചുകൊണ്ടാണ് പുക വരുന്നത്. കറുത്ത പുക വരികയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കോൺക്ലേവിൻ്റെ ആദ്യ ദിവസം കഴിഞ്ഞിട്ടില്ല എന്ന് കറുത്ത പുകയിലൂടെയും, വെളുത്ത പുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയെ കർദിനാൾമാർ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വെളുത്ത പുകയിലൂടെയും നമുക്കറിയാൻ കഴിയും.